പ്രേക്ഷകരുടെ അറിവിലേക്ക് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ജാഗ്രതയാണ് പറയാൻ പോകുന്നത്. അതായത് ഈ ATM ഉപയോഗിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. അപ്പം എല്ലാവരും മെയ് 1 മുതൽ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് സൗജന്യ പരിധി കഴിഞ്ഞാൽ ചാർജ് കൂട്ടാനാണ് RBI നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരു കാര്യം, അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ പരിധി കഴിഞ്ഞ് 500 രൂപ നമ്മൾ എടുക്കുകയാണെങ്കിൽ 23 രൂപ അത് ബാങ്കിന് നൽകേണ്ടി വരും. എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളത് ജയസ് നിർമ്മല കുര്യൻ പറയും. രഞ്ജിനി, നാട്ടിൽ സകലമാന സാധനങ്ങൾക്കും വില കൂടുകയാണ്. ഇപ്പോഴിതാ മെയ് 1 മുതൽ ATMൽ നിന്ന് പണം പിൻവലിക്കുന്നതിനും ചാർജ് കൂടുകയാണ്. നിങ്ങൾ ഗൂഗിൾ പേയ്ക്കും അതേപോലെ ഫോൺ പേയ്ക്കും പുറമെ കൂടുതലായിട്ട് ATMൽ നിന്ന് പണം പിൻവലിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടിയേക്കാം. വളരെ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഈ ചാർജ് കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗജന്യമായിട്ടുള്ള ATM പിൻവലിക്കുന്നതിന്റെ പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ 21 രൂപയാണ് ഓരോ ഇടപാടിനും ഈടാക്കിയതെങ്കിൽ ഇനി 23 രൂപ ഈടാക്കും. അതായത് ഒരാൾക്ക് സ്വന്തം ബാങ്കിലെ ATMൽ നിന്ന് ഒരു മാസം സൗജന്യമായിട്ട് 5 തവണ ട്രാൻസാക്ഷൻ നടത്താം. ഇതിനു പുറമെ മറ്റു ബാങ്കുകളുടെ ATMൽ നിന്ന് മെട്രോ വിഭാഗത്തിലാണെങ്കിൽ 3 തവണയും നോൺ മെട്രോ വിഭാഗത്തിലാണെങ്കിൽ 5 തവണയും സൗജന്യ ഇടപാടുകൾ നടത്താം. ഇതിന് പുറത്തേക്ക് വരുന്ന ഓരോ ഇടപാടിനും ഇനി 23 രൂപ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെ നീങ്ങിയില്ലെങ്കിൽ പൈസ പോക്കറ്റിൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് പോകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. RBI ഇത്തരത്തിൽ നിരക്ക് ഈടാക്കാനായിട്ട് ബാങ്കുകൾക്ക് അനുമതി നൽകി കഴിഞ്ഞു. കൂടുതലായിട്ടും ഈ ATMന്റെ പ്രവർത്തന ചെലവ് കൂടുതലായതുകൊണ്ടും ഒപ്പം തന്നെ ഡിജിറ്റൽ ഇടപാടിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനത്തുള്ള നടപടികളിലേക്ക് RBI പോകുന്നത്. അതുകൊണ്ട് കൂടുതലായിട്ട് ATMൽ നിന്ന് പൈസ എടുക്കുന്ന ആളാണെങ്കിൽ വളരെ കരുതലോടെ ഓരോ ട്രാൻസാക്ഷനും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മെയ് 1 മുതൽ ഇത് ശ്രദ്ധിക്കുമല്ലോ. ഓരോ ട്രാൻസാക്ഷനും അതിന് കണക്ക് നമ്മൾ വെക്കണം, അല്ലെങ്കിൽ പണിപാളും. 23 രൂപയാണെങ്കിലും അത് പ്രധാനപ്പെട്ടതാണല്ലോ ഈ കാലത്ത്.